ഹലോ സഹോദരി, അടുത്ത ഗാനം അല്പം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. നമ്മുടെ ആദ്യത്തെ സംഗീത സംവിധായകൻ രാഘവൻ മാസ്റ്റർ. അവരെ ഒന്നിച്ച് ചെയ്ത ഒരു പാട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് അബ്ദുൽ ഖാദർ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. ആദ്യത്തെ പേര് ലെസ്ലി എന്നായിരുന്നു. പഠനത്തിൽ വലിയ ശ്രദ്ധയൊന്നും കാണിച്ചിരുന്നില്ല. തെരുവിൽ പോവുകയും പാട്ടുപാടുകയും ക്ലബിൽ പോവുകയും ഒക്കെ ആയിരുന്നു തൊഴിൽ. അച്ഛൻ തീരുമാനിച്ച് ഇവനെ നാട് കടത്തണം. അങ്ങനെ അച്ഛന്റെ പെങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് റങ്കൂണിലേക്ക് നാട് കടത്തി. അവിടെ പഠിക്കാൻ അദ്ദേഹം ഉത്സാഹം കാണിച്ചില്ല. വീണ്ടും ക്ലബുകളിലും കടത്തലുകളിലും ഒക്കെ പോയി പാട്ട് പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മലയാളിയെ കണ്ടു. കാര്യം എങ്ങനെയെങ്കിലും കോഴിക്കോട് തിരിച്ചെത്തുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മലയാളി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തൊരു ജമായത്തുണ്ട്, അവിടെ പോയി അവരോട് വിവരം പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നിന്നെ സഹായിച്ചേക്കും. ലെസ്ലി അവിടെ പോയി അവരോട് വിവരം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ലെസ്ലിയെ മതം മാറ്റി അബ്ദുൽ ഖാദർ ആക്കി. കപ്പലിന്റെ വണ്ടിക്കൂലിയും പോക്കറ്റ് മണിയും കൊടുത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ചയച്ചു. അച്ഛൻ വയറ്റിൽ കയറ്റിയില്ല. പക്ഷേ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള ഇടപാടുകളൊക്കെ ചെയ്യുന്നു. ലെസ്ലി വീണ്ടും തെരുവുകളിലേക്കും ക്ലബുകളിലേക്കും പോയി. ഇത്തരുണത്തിൽ ഒരു പോലീസുകാരൻ കുഞ്ഞു മുഹമ്മദ് ഇദ്ദേഹത്തെ കണ്ട് എടുത്ത വീട്ടിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. ഈ പോലീസുകാരൻ തന്നെ പിന്നീട് വളരെ പ്രശസ്തനായ ബാബുരാജിനെയും ഇതുപോലെ തെരുവിൽ നിന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അനന്തരം ഇയാളുടെ ഭാര്യയുടെ ഇളയ രണ്ട് സഹോദരിമാരെ യഥാക്രമം വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അബ്ദുൽ ഖാദറിന്റെ പേര് വളരെ പെട്ടെന്ന് പെരുകി. അവിടുത്തെ ക്ലബുകളിലും നാടകങ്ങളിലും എല്ലാം പ്രധാന ഗായകനായിരുന്നു. അങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പുമായി ബോംബെയിൽ പോയപ്പോൾ പ്രശസ്ത മൂവി ഡയറക്ടറായ വിമൽ റോയി കണ്ടു. അടുത്ത ഹിന്ദി പടത്തിലേക്ക് പാടാൻ ബുക്ക് ചെയ്തു. പക്ഷേ അബ്ദുൽ ഖാദർക്ക് സാധിച്ചില്ല. തിരിച്ചു വന്നു. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അന്ന് ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്ന നവലോകം എന്ന പാട്ടിലെ എല്ലാ പാട്ടുകളും അബ്ദുൽ ഖാദർ കൊടുത്തു. അതിനുശേഷം രാഘവൻ മാസ്റ്റർക്ക് ഒരു എഴുത്തു കൊടുത്ത് കായംകുളത്തേക്ക് അയച്ചു. രാഘവൻ മാസ്റ്റർ, ഇത് നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. രാഘവൻ മാസ്റ്റർ വരുന്നത് വരെ മലയാളത്തിൽ ആരും ട്യൂൺ ചെയ്തിരുന്നില്ല. അന്നത്തെ പാട്ടുകളൊക്കെ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ ട്യൂണ് കടമെടുത്ത് അതിൽ അഭയദേവും പി ഭാസ്കരൻ സാറും ഒക്കെ അക്ഷരങ്ങൾ ചേർത്ത് പാട്ടുകൾ നിർമ്മിക്കുകയായിരുന്നു. അതിന് ഒരു മഹാവ്യതിയാനം ഉണ്ടാക്കിയത് രാഘവൻ മാസ്റ്ററാണ്. അദ്ദേഹം 1913 കണ്ണൂരിൽ ജനിച്ചു. ഏകദേശം 100 വർഷത്തോളം ജീവിച്ചിരുന്നു. മലയാളത്തിലെ എല്ലാ പാട്ടുകാരെ കൊണ്ട് അദ്ദേഹം പാടിച്ചിട്ടുണ്ട്. ഈ പാട്ട് പാടി രാഘവൻ മാസ്റ്ററെയും അബ്ദുൽ ഖാദറെയും ഞങ്ങൾ ആദരിക്കുന്നു. എങ്ങനെ നീ മറക്കും എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. നീലക്കുയിലേ, നീ മാനത്തിൻ തോട്ടിൽ നിന്നെ മറന്നു കളിച്ചൊരു കാലം. നക്ഷത്ര കണ്ണുള്ള മാണിക്യ പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചൊരു കാലം. എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും.
കിനാവിൻ്റെ മാമ്പൂവും തിന്ന് ഓരോരോ മോഹത്തിൻ തേൻപഴം തിന്ന് ഓരോ കിനാവിൻ്റെ മാമ്പൂവും തിന്ന് ഓരോരോ മോഹത്തിൻ തേൻപഴം തന്ന് ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി കുളിച്ചതും എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും പച്ച പാവാടയിട്ടപ്പം പാവം നീയത്ര മേലോട്ടു പൊന്തി പാടം പച്ച പാവാടയിട്ടപ്പം പാവം നീയത്ര മേലോട്ടു പൊന്തി എന്തൊരു ദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത ശോകം എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും